ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് കളർ മിക്സ് ചെയ്തിട്ടുള്ള വേറൊരു കളർ ഉണ്ടാക്കുന്നതാണ്. കുറേ കമൻറ്റ്സ് വരാറുണ്ട്, ഏതൊക്കെ കളേഴ്സാണ്, ഏത് ബ്രാൻഡാണ് ചേർക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കാണിക്കണമെന്ന്. പിന്നെ നോസിൽസിൻ്റെ ഫോട്ടോസും കാണിക്കണം, അല്ലെങ്കിൽ നോസിൽ കറക്റ്റ് കാണിച്ചു തരണം, ചിലത് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മുതൽ ഞാൻ അങ്ങനെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഷെഫ് മാസ്റ്ററിൻ്റെ ഓറഞ്ചും ഷെഫ് മാസ്റ്ററിൻ്റെ തന്നെ ബ്രൈറ്റ് ബ്ലൂ ആണ്. അപ്പോൾ ഈ രണ്ട് കളറും ഒരേ അളവിൽ ഓരോ ഡ്രോപ്സ് വീതം മിക്സ് ചെയ്തിട്ടാണ് ക്രീമിൽ ഈ ഒരു ഗ്രീൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്രീൻ നമുക്ക് ഗ്രീൻ കളർ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ രണ്ട് കളേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. പിന്നെ ഈ ഒരു ഗ്രീൻ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് എല്ലാ ഗ്രീനും ഒരേ ഷെയ്ഡല്ല, ഷെയ്ഡിൽ ഡിഫറൻസ് വരുത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ വേറെ രണ്ട് കളേഴ്സ് മിക്സ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ലീഫ് വരക്കാനും ഒക്കെ ഈ ഒരു ഗ്രീൻ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഫോണ്ടൻറ്റിൽ കട്ടേഴ്സ് വെച്ചിട്ട് നെയിം കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഗോൾഡൻ ഡസ്റ്റ് പ്ലെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഓയിലൊന്നും കൊടുത്തിട്ടില്ല, ഓയിലില്ലാതെയാണ് ഈ ഒരു പ്ലെയിൻ രീതിയിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചോദിക്കാറുണ്ട്, കട്ടേഴ്സ് വെച്ചിട്ട് ഫോണ്ടൻറ്റിൽ പേര് കട്ട് ചെയ്യുന്നതും അതിലെങ്ങനെയാണ് ഗോൾഡൻ ഡസ്റ്റ് മിക്സ് ചെയ്യുന്നത്, അങ്ങനെ കുറേ സംശയങ്ങളും ചോദ്യങ്ങളും വരുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് ഹാർഡാക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒന്നിക്കിൽ ഓവനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കും, ഇല്ലെങ്കിൽ നമ്മൾ ദോശ ചൂടുന്ന നോൺ സ്റ്റിക്ക് പാനിലോ അല്ലെങ്കിൽ എന്തിനെങ്കിലും അടപ്പിലോ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ അതൊന്ന് ഹാർഡായി കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം ചെറുങ്ങനെ ഒരു സോഫ്റ്റ് ഉണ്ടാവും, അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് കൂടെ ഒന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ട്, ഒരുപാട് ചൂട് വന്നു കഴിഞ്ഞാൽ മെൽട്ടായി പോവേ. അപ്പോൾ ആദ്യം നമ്മൾ ലൈറ്റ് ഷെയ്ഡിൽ വേറൊരു കേക്ക് ഉണ്ടായിരുന്നു, ആ ഒരു കേക്ക് കൊടുത്തു. എന്നിട്ട് ബാക്കിയുള്ള അതേ ക്രീമിൽ വീണ്ടും ഞാൻ ബ്ലൂവും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ടാട്ടോ ഈ ഒരു കേക്ക് ഐസിങ് ചെയ്യുന്നത്. ഈ ഒരു കേക്ക് 3 കേക്ക് ഒരുമിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ഒരു കസ്റ്റമറിന് വേറെ 2 കേക്ക് വാഞ്ചോയുടെ ഡിസൈനിലും ഈ ഒരു കേക്ക് പ്ലെയിൻ ആയിട്ട് ഏതെങ്കിലും ഒരു ഡിസൈനിലാട്ടോ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ മറ്റുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ കുറേ വീഡിയോസ് ആയതുകൊണ്ടാണ് ചില വീഡിയോസ് എഡിറ്റിങ്ങിൻ്റെ ബുദ്ധിമുട്ടും കൊണ്ടാണ് കുറേ ദിവസം ഡിലേ ആയി പോകുന്നത് കേട്ടോ. അപ്പം ഈ ഒരു കളർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു, ഓറഞ്ചും ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലും ഡാർക്ക് ചെയ്തിട്ട് കൊടുക്കാം, ഇതിലും ലൈറ്റ് ആക്കിയിട്ടും കൊടുക്കാം. ഈ കളേഴ്സ് ഞാൻ പല ഷെയ്ഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷാർപ്പ് എഡ്ജും കാര്യങ്ങളൊന്നും നമ്മൾ ഡീറ്റെയിൽസ് കാണിക്കുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തിട്ട്, എന്നിട്ട് പാലറ്റ് നൈഫ് വെച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇല്ലെങ്കിൽ പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, സ്ക്രീപ്പർ വെച്ച് തന്നെ അത് നമുക്ക് സ്ക്രീപ്പ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ 1-2 ആൾക്കാർ ഫോട്ടോസ് അയച്ചു ചെന്ന് ചോദിക്കുന്നുണ്ട്, കേക്കിൻ്റെ താഴ്ഭാഗം വീതി കൂടുതലും മുകൾ ഭാഗം എത്തുമ്പം വീതി കുറഞ്ഞിട്ടുമാണ് കേക്ക് കിട്ടുന്നതെന്ന്. അത് നമ്മൾ സ്ക്രീപ്പർ പിടിക്കുന്നതിൻ്റെ ലെവല് മാറുമ്പോഴാണ് അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരുന്നത്. സ്ക്രീപ്പർ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് അതിനൊരു റൊട്ടേഷൻ രീതിയുണ്ട്, ആ ഒരു പൊസിഷൻ കറക്റ്റ് ആയെങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഷാർപ്പ് എഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ തോന്നിയതുപോലെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഷാർപ്പ് എഡ്ജ് കറക്റ്റ് കിട്ടൂല. നമ്മൾ ഈ ഒരു സ്ക്രീപ്പ് ചെയ്യുന്നതിനും ഒരു കറക്റ്റ് അളവുണ്ട്. ആ ഒരു അളവ് ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഒരുപാട് ക്രീമിനെ കൊണ്ട് ബുദ്ധിമുട്ടോ ഒരുപാട് ക്രീമിനെ കൊണ്ട് പണിയെടുക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. പിന്നെ 1-2 ആൾക്കാർ ചോദിച്ചാണ് ഈ ഒരു പാലറ്റ് നൈഫ് ഡിസൈന് ഒന്ന് സ്ലോ ആക്കിയിട്ട് കാണിച്ചു തരാൻ പറ്റുമോ. ഞാനിതുപോലെ സ്ലോ ആക്കിയിട്ട് കാണിച്ചു തരുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒന്നുകൂടെ ഞാൻ സ്ക്രീപ്പ് ചെയ്ത് ഒന്നുകൂടെ കാണിക്കുന്നത്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്പീഡ് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസും ഉണ്ട്. സ്ലോയിൽ ചെയ്യുന്ന സമയത്ത് ഒരു ഭയങ്കരമായിട്ടൊരു കൈക്ക് കിട്ടാത്ത പോലെയൊക്കെ തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ സ്ക്രീപ്പ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ലെഫ്റ്റ് കൈ കൊണ്ട് നമ്മൾ ടേൺ ടേബിൾ തിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ റൈറ്റ് കയ്യിലാണ് നമ്മൾ ചെറിയ പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രീപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ക്രീപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് തിരിക്കുന്നതിൻ്റെ ഓരോ സമയത്തും നമ്മളിങ്ങനെ ഉള്ളോട്ടേക്ക് കൈ മൂവ് ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ ക്രീം ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ ചില ആൾക്കാർ ഓരോരോ ഡൗട്ടും കൊണ്ട് വരുന്നതുകൊണ്ടാണ് ആ ഒരു ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റാർ നോസിലിൻ്റെ ഓപ്പൺ നോസിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഓപ്പൺ നോസിൽ വെച്ചിട്ട് നമ്മൾ പെറ്റൽ നോസിൽ വെച്ചിട്ട് വരക്കുന്ന ഫ്ലവർ ജസ്റ്റ് അതിൻ്റെ ഒരു ഡൂപ്പായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് വരക്കുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് വലിക്കുക, ഒരുപാട് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഡിസൈൻ മാറി വരും. അപ്പോൾ ഫസ്റ്റത്തെ ഫ്ലവറും പിന്നെ വന്ന ഫ്ലവേഴ്സും തമ്മിൽ നല്ല ഡിഫറെൻ്റ് ഇല്ലേ. അപ്പോൾ അതുപോലെ ഈ സ്റ്റാർ നോസിൽ വെച്ച്
വെച്ചിട്ട് തന്നെ നമ്മൾ ആ പെറ്റൽ നോസിലിൽ വരക്കുന്ന ആ ഒരു ഫ്ലവേഴ്സ് ഏകദേശം വരച്ചെടുക്കാൻ പറ്റും. ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഒന്ന് വലത്തോട്ടേക്കൊന്ന് ഒന്ന് തിരിച്ചു കൊടുക്കുക. ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഡിസൈൻ വരും. പിന്നെ ഞാൻ ഈ യൂസ് ചെയ്തിട്ടുള്ള കളർ എന്ന് പറയുന്നത് ഷെഫ് മാസ്റ്ററിൻ്റെ തന്നെ പിങ്ക് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു പിങ്ക് ഷെഫ് മാസ്റ്റർ, പിന്നെ ഷുഗറീൻ, ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന കളറ്. പിന്നെ മാജിക്. പിന്നെ ഈ ഒരു കളർ എന്ന് പറയുന്നത് ബ്രൗൺ കളർ ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്തതാണ്. ഷെൽ നോസിലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോസിലിൻ്റെ ഫോട്ടോ ഞാൻ കുറച്ച് നേരത്തെ കാണിച്ചിട്ടുണ്ട്, വീഡിയോസിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നോസിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതിൽ വലിയ ഡിസൈനൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് മറ്റുള്ള കേക്കെല്ലാം ഉള്ളതുകൊണ്ട് ഒരുപാട് ഡിസൈനിന് ഒന്നിനും തലപോകയാൻ നിന്നിട്ടൊന്നുമില്ല. ജസ്റ്റ് ഉള്ള ഒരു ഡിസൈനിങ് കൊടുത്തതാട്ടോ. അപ്പോൾ ഈ ഒരു കളർ പാറ്റേണിൽ തന്നെയാണ് 3 കേക്കും ചെയ്തിട്ടുള്ളത്. പിങ്ക്, ഗ്രീന്, പിന്നെ ഓഫ് വൈറ്റ് കളറ്, ഒരു ബ്രൗണിഷ് ഓഫ് വൈറ്റ് കളറ്. പിന്നെ സെൻറ്ററിൽ കുറച്ച് ഗോൾഡൻ ഷുഗർ ബീഡ്സ് ചെറുതും വലുതും ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷുഗർ ബീഡ്സ് ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ഒരുപാട് വാരി വലിച്ച് ഇടരുത്. ഓരോരോ പൊസിഷൻ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ സിമ്പിൾ ലുക്കാണ്. ആ ഒരു രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നേക്കണ്ട. പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തോട്ടോ. അപ്പോൾ രാത്രി പോയിട്ട് കണ്ണൂർ ബീച്ചൊക്കെ പോയി ലൊട്ടക്കച്ചും മാംഗോ ഉപ്പിലിട്ടത്, ഒരുപാട് ഐറ്റംസ് ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ബീച്ചിൽ കുറച്ച് സമയം ഇരുന്ന് റിലാക്സ് ആക്കിയിട്ട് തിരിച്ച് വരുന്നത് വഴിക്ക് ഫുഡെല്ലാം കഴിച്ച് ഒന്ന് ഹാപ്പി ആയിട്ടായിരുന്നു തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് സ്ട്രെസ്സൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്താൽ മറക്കല്ലേ.